ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ഈവനിങ് വ്ലോഗാണ് എടുക്കുന്നത്. നമ്മൾ വേറെ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളുമില്ല. നമ്മളൊരു 4 മണി പലഹാരം ഉണ്ടാക്കുകയാണ്. 4 മണി നമ്മൾ ഇപ്പോൾ പിള്ളേർക്കാണേലും നമുക്കാണേലും വല്ലപ്പോഴും ഒക്കെ എണ്ണയിൽ പൊരിച്ച ആഹാരങ്ങളൊക്കെ കഴിക്കാം കേട്ടോ, എന്നും അല്ല എങ്കിൽ കൂടി. പക്ഷേ അപ്പോൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ വാഴയ്ക്കാപ്പാണ് ഉണ്ടാക്കാനായിട്ട് ഇരുന്നിരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഈ മാവ് കൊണ്ട് വേറെ എന്തെങ്കിലും കൂടി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചാൽ അപ്പോഴാണ് ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചേക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ ഞാൻ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ഒന്നല്ലെങ്കിൽ ആട്ടമാവിൽ മുക്കിപ്പൊരിക്കാറുണ്ട്, അല്ലെങ്കിൽ മൈദമാവിൽ മുക്കിപ്പൊരിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ എന്താണെന്നോ ഇപ്പോൾ ചെയ്യുന്നത്, ഞാൻ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ അരിപ്പൊടി എടുക്കുന്നുണ്ട്, ആട്ട എടുക്കുന്നുണ്ട്, അതുപോലെ മൈദ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അളവ് ഞാൻ പറയാം. ഞാൻ അളന്നൊന്നുമല്ല ഇട്ടേക്കണം, നമുക്കൊരു കണക്കുണ്ടല്ലോ, ഏകദേശം ഒരു കണക്കുണ്ടല്ലോ. ഒരുപാട് മിച്ചം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ ചെയ്ത ഒരു ശീലം കൊണ്ടൊക്കെ നമുക്ക് അങ്ങനെ ആവും. അത് അളവൊക്കെ കറക്റ്റ് ഏകദേശമൊക്കെ, ഒരുപാടല്ല എങ്കിലും നമ്മൾ ഏകദേശമൊക്കെ നമ്മളും കറക്റ്റായിട്ട് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു 3 സ്പൂൺ കണക്കിലാണ് മൈദ എടുത്തേക്കണത്. ആ 3 സ്പൂൺ മൈദയ്ക്ക് നമ്മൾ ഒരു 1.5 സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ അതിൻ്റെ കൂടെ 1.5 സ്പൂൺ അരിപ്പൊടിയല്ല കേട്ടോ, 1.5 സ്പൂൺ ആട്ട ഇട്ട് കൊടുക്കണം, 1 സ്പൂൺ അരിപ്പൊടിയും കൂടി. അപ്പോൾ 3 സ്പൂൺ മൈദ, 1.5 സ്പൂൺ ആട്ട, 1 സ്പൂൺ അരിപ്പൊടി, ഈ ഒരു കണക്കിലാണ്. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട്, അളന്നിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ എടുത്ത ആ ഒരു കണക്ക് വെച്ച് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് 1 സ്പൂൺ പഞ്ചസാര, ഞാൻ എൻ്റെ ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് ഞാനങ്ങനെ 2 പ്രാവശ്യം ഇട്ടത് കേട്ടോ. 1 സ്പൂൺ, വലിയൊരു സ്പൂൺ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ അതിനകത്തേക്ക് നമുക്ക് പിന്നെ വേണ്ടത് ഒരല്പം ഉപ്പ് വേണം. ഇതിൻ്റെ നമ്മുടെ ഈ പൊടിക്ക് ഒരു ബാലൻസിങ് വേണമെങ്കിൽ നമ്മളൊരു ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. മധുരമുള്ള കാര്യങ്ങളാണ് ചെയ്യണതെങ്കിലും കേട്ടോ. അപ്പോൾ പിന്നെ അതിനകത്തേക്ക് ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി, നമ്മുടെ വാഴയ്ക്കാപ്പത്തിനൊരു കളറൊക്കെ കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 1-2 പിഞ്ച് പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ പൊടിയിലിട്ടതെല്ലാം കൂടി നമ്മൾ കൈകൊണ്ട് തന്നെ ഈ പൊടി ഒന്ന് കുഴച്ചെടുക്കണം, വെള്ളം ചേർക്കണതിന് മുമ്പ് നമ്മളൊന്ന് തട്ടി ഉടച്ചു കൊടുക്കണം. എന്നാന്ന് പറയുന്നത്, നമ്മുടെ ഈ ഉപ്പും പഞ്ചസാരയും മഞ്ഞളും എല്ലാം ഈക്വലായിട്ട് ആ പൊടിയിലേക്ക് വരണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇത് ഏത് പലഹാരം ഉണ്ടാക്കുമ്പോഴും നമ്മളത് ഉപ്പ് ചേർക്കുമ്പോൾ നമ്മളൊന്ന് ആ പൊടിയായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ, വെള്ളം ചേർക്കണതിന് മുമ്പ് ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഈക്വലായിരിക്കും, ഒരു ഭാഗം കൂടുതലായിട്ടൊന്നും വരികയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്ത് ഞാൻ പിന്നെ നമുക്കിന്ന് കുഴച്ചെടുക്കണം. നമുക്ക് ആവശ്യത്തിന് ഇതിൻ്റെ നമ്മളിത് ചെയ്യുന്നത് ലൂസാക്കിയല്ല, നമുക്ക് ഈ മാവ് പിടിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ലൂസാക്കണ്ട, തിക്കായിട്ട് തന്നെ ഇരിക്കണം. നമ്മുടെ ഒരു ഉഴുന്ന് മാവൊക്കെ ഉണ്ടല്ലോ, ആ ഉഴുന്ന് മാവൊക്കെ ഉള്ള ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഈ മാവ് കലക്കിയെടുക്കാനായിട്ട്. നമ്മളൊരു സ്പൂൺ വെച്ചാൽ, ഒരു ഫോർക്കൊക്കെ ഉണ്ടെങ്കിൽ, നമുക്ക് വിസ്ക് ഉണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാം, കട്ട കെട്ടാതിരിക്കും. ഇല്ല എങ്കിൽ നമുക്കൊരു ചെറിയ ഫോർക്കൊക്കെ വീടുകളിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ചാണേലും നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ കട്ടയില്ലാതെ നമുക്ക് ഈ മാവ് കിട്ടും കേട്ടോ. നമ്മൾ സ്പൂണാകുമ്പോൾ കുറേ സമയം ഇട്ട് ഇളക്കണം, എന്നാന്ന് പറയുക കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് അതിലും നമ്മൾക്ക് സ്പീഡായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ മാവൊക്കെ റെഡിയായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിച്ചെടുക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇച്ചിരി അധിക സമയം നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ ഈ മാവെല്ലാം നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് നമ്മളിങ്ങനെ കൈ ഒഴിക്കുമ്പോൾ നല്ല ഫ്ലോ ആയിരിക്കും. നമ്മളിങ്ങനെ സ്പൂൺ വെച്ച് എടുക്കുമ്പോൾ വിട്ടൊന്നും പോവുകയല്ല, വിട്ട് പോകാത്ത രീതിയിലും വേണം. അപ്പോൾ ഒരുപാട് ലൂസല്ല, ഒരുപാട് തിക്കും അല്ലാത്ത രീതിയിൽ നമ്മുടെ മാവൊക്കെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുക്കിപ്പൊരിച്ചാൽ മാത്രം മതി. അതിനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക. സാധാരണ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നോൺ സ്റ്റിക്ക് പാൻ എടുക്കാറുണ്ട്. എന്നാന്ന് പറഞ്ഞാൽ അധികം എണ്ണ നോൺ സ്റ്റിക്ക് പാനിലാവുമ്പോൾ വേണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ കറിയൊക്കെ ഓൾറെഡി അതിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് ഞാൻ ഒഴിവാക്കിയിട്ട് നമ്മൾ പിന്നെ അതൊക്കെ വാഷ് ചെയ്തെടുക്കണ്ടേന്ന് വിചാരിച്ച് ഞാൻ ഓർത്ത് ചീനച്ചട്ടിയിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മുടെ മാവ്
ചീനച്ചട്ടിയിൽ നമ്മുടെ വാഴയ്ക്കാപ്പം ചീനച്ചട്ടിയിൽ ഉണ്ടാക്കാൻ പോവാം കേട്ടോ. അതിനകത്ത് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരുപാട് എണ്ണയൊന്നും നമുക്ക് വേണ്ട. എന്നാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കത് ബാലൻസ് ഒരുപാട് വേസ്റ്റായിട്ട് കാണും. നമ്മളിപ്പോൾ പിന്നെ പപ്പടം കാച്ചാനൊക്കെ ഉപയോഗിക്കുക. അല്ലാതെ ഈ വാഴയ്ക്കാപ്പം ഉണ്ടാക്കണത് കറികളിലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു എണ്ണയ്ക്കൊരു പ്രത്യേക സ്മെല്ലൊക്കെ വരുമല്ലോ ഈ വാഴയ്ക്ക കിടന്ന് വെന്തതിൻ്റെ. അപ്പോൾ അത് കാരണം നമ്മൾ ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കേണ്ട. നമുക്ക് ആവശ്യമെങ്കിൽ നമ്മൾ പിന്നെ ആണെങ്കിലും നമുക്ക് ഉണ്ടാക്കണത് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതനുസരിച്ച് വേണം എണ്ണയൊക്കെ ഒഴിക്കാൻ കേട്ടോ. അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർക്ക് അളവോ കാര്യങ്ങളോ ഒന്നും അറിയാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്കുണ്ടല്ലോ ഞാൻ പിന്നെ മെസ്സേജ് വരുന്ന സൗണ്ടാണ് കേട്ടോ, ഡിസ്റ്റർബൻസ് പോലെ. അത് ഞാനത് പിന്നെ മ്യൂട്ടിലാക്കാൻ മറന്നു പോയിട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇത് വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇനി അത് മാറ്റണില്ല. അപ്പോൾ ഒന്ന് ക്ഷമിക്കണം കേട്ടോ ഇതിനിടയ്ക്ക്. അപ്പോൾ പിന്നെ നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരട്ടെ അല്ലേ. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ നമുക്കിനി ഇതിട്ട് വറുത്ത് കോരിയാൽ മതി കേട്ടോ. ഈ വറുത്ത് കോരുമ്പോഴുണ്ടല്ലോ നമ്മൾ ഈ ഒട്ടിപ്പിടിക്കും. ഞാനൊരു 3 എണ്ണമൊക്കെ ഇടുകയുള്ളൂ കേട്ടോ. ഇതിൻ്റെ ചെറിയ എൻ്റെ ചീനച്ചട്ടി ചെറുതാണ്. അപ്പം ഒരു 3 എണ്ണമൊക്കെ ഇട്ട് ഒന്ന് പൊരിച്ചെടുക്കാനേ പറ്റുള്ളൂ. എന്നാന്ന് പറഞ്ഞാൽ നമ്മളതിൽ കൂടുതലിട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടി പിടിച്ചിരിക്കും. അപ്പോൾ നമ്മൾ അളവ് എപ്പോഴും കുറച്ചിട്ട് നമ്മുടെ പാത്രത്തിനനുസരിച്ച് വേണം അളവ്. എന്നാലും നമ്മൾ പിടിക്കും ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ. അപ്പോൾ നമ്മളത് പതുക്കെ ഒന്ന് നമ്മൾ വിടിയിച്ചൊക്കെ കൊടുക്കണം. ഇല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് കൂടിക്കിടക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ പൊരിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ വാഴയ്ക്കാപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. വാഴയ്ക്ക അങ്ങോട്ടുണ്ടല്ലോ നമ്മുടെ മാവിനകത്തേക്ക് മുക്കിയപ്പോൾ തന്നെ നന്നായിട്ട് അതങ്ങോട്ട് പിടിച്ചിട്ടുണ്ട് നമ്മുടെ പിന്നെ പഴത്തിൽ. അപ്പോൾ സാധാരണ നമ്മൾ ഈ പിന്നെ ഉണ്ടല്ലോ എന്താണ് മൈദയൊക്കെയാണ് നമ്മൾ മാത്രമാണ് ഉപയോഗിക്കണമെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കാറില്ല. ഇത് നന്നായിട്ട് പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ വാഴയ്ക്കാപ്പൊക്കെ വറുത്ത് കോരിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ അതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ 2 പലഹാരം ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ബാക്കി ബാലൻസ് മാവ് വെച്ച് അതിനകത്തേക്ക് ഞാനൊരു സവോള അരിഞ്ഞിടുന്നുണ്ട്, ഒരു 2 പച്ചമുളക് ഇടുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിനകത്തേക്കിട്ട് നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഉപ്പൊന്നും എക്സ്ട്രാ ചേർക്കണ്ട, ഒന്നും ചേർക്കണ്ട. ഇത് തന്നെ മതി. മാവ് അത് തന്നെ. അതിനകത്തേക്ക് സവോളയും പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എണ്ണയിൽ നമ്മൾ വറുത്ത് കോരുന്നുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇത് നമ്മൾ പ്രതീക്ഷിച്ചില്ല. നല്ല സോഫ്റ്റും ആയിരുന്നു. സാധാരണ നമ്മൾ ഇതൊക്കെ വറുക്കുമ്പോൾ ഇത്തിരി ഹാർഡായി പോകുമല്ലേ. അപ്പോൾ അതൊന്നും ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലൊക്കെ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് പറയുന്ന പോലെ തന്നെ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.